ഓം ശാന്തി. ഇന്നത്തെ അവ്യക്തവാണിയുടെ റിവിഷൻ ഡേറ്റ് 18/1/78. അവ്യക്തവാണിയുടെ ഹെഡിങ് ആണ് ബാബ് ദാദാക്കി സേവാ കാ റിട്ടേൺ. ബാബ് ദാദയുടെ സേവനത്തിൻ്റെ റിട്ടേൺ. സദാ അതീന്ദ്രിയ സുഖ व खुशी के चूल्हे में छुलाने वाले सुख के सागर परमात्मा शिव बाबा बोले. സദാ അതീന്ദ്രിയ സുഖത്തിലെ സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിൽ ആട്ടുന്ന ബാബ, സുഖത്തിൻ്റെ സാഗരനായ ബാബ നമ്മൾ കുട്ടികളോട് സംസാരിക്കുകയാണ്. ബാബ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാണ് കുട്ടികളെ ആട്ടുന്നത്. സുഖത്തിൻ്റെ സാഗരനുമാണ്. അങ്ങനെയുള്ള ബാബ കുട്ടികളോട് സംസാരിക്കുന്നു. ആജ് സ്മൃതി ദിവസ് അർത്ഥാത് സമർത്തി ദിവസ് पर सब बच्चों ने अपनी अपनी लगन अनुसार भिन्न भिन्न रूप से याद किया है. ഈ മുരളി 18/1/78 മുരളിയാണല്ലോ. ബ്രഹ്മബാബയുടെ സ്മൃതി ദിവസത്തിലെ മുരളിയാണ്. ഈ മുരളിയുടെ തുടക്കത്തിൽ തന്നെ ബാബ പറയണത് ഇന്നത്തെ സ്മൃതി ദിവസത്തിലെ സമർത്തി ദിവസത്തിലെ എല്ലാവരും, ഓരോ കുട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള ലഹരിയുണ്ട്. ആ ലഹരിക്ക് അനുസരിച്ച് പല പ്രകാരത്തിലെ പല ഭാവനകളോടുകൂടെ എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. അതായത് ഭിന്ന ഭിന്ന രൂപത്തിൽ ബാബയെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ഓർമ്മകൾ ബാബയുടെ അടുക്കൽ എത്തുകയും ചെയ്തു. എല്ലാ കുട്ടികളും ബാബയുടെ സ്നേഹികളായിരിക്കുന്ന കുട്ടികളായി ബാബയ്ക്ക് കാണാനും സാധിച്ചു. സഹയോഗി ശക്തി സ്വരൂപ് സമ്പർക്ക് വാലി ആത്മാओं के सब रूप की याद वदन तक पहुंची. ബാബ പറയാണ്, ഓരോ കുട്ടികളുടെയും ബാബയുമായിട്ട് അടുത്ത സമ്പർക്കത്തിലാണ് ഉള്ളത്. ബാബയുടെ ഓരോ കുട്ടികളും സഹയോഗി ശക്തി സ്വരൂപരായിരിക്കുന്ന കുട്ടികളാണ്. എല്ലാവരുടെയും ഓർമ്മയും എല്ലാവരുടെയും സ്വരൂപവും എവിടെ വരയ്ക്ക് എത്തി? വദനം വരയ്ക്ക് എത്തി. ബാബ എല്ലാ കുട്ടികളുടെയും മനസ്സിൻ്റെ സങ്കല്പങ്ങളെയും ഭാവനകളെയും കാണുന്നുണ്ടായിരുന്നു. बाप दादा द्वारा हर एक बच्चे की जैसी याद वैसा रिटर्न उसी समय मिल जाता है. ബാബയിലൂടെ ഓരോ കുട്ടികൾക്കും ഏതൊക്കെ പ്രകാരത്തിലുള്ള ഓർമ്മയാണ് ഉള്ളത്, ആ ഓർമ്മയ്ക്കനുസരിച്ച് അതിൻ്റെ റിട്ടേൺ സമയത്തിനനുസരിച്ച് മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഏത് സ്വരൂപത്തിലാണോ നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നത്, ഏത് സംബന്ധത്തിലാണോ നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നത്, അതിൻ്റെ റിട്ടേണായി ബാബ സമയാസമയം കുട്ടികൾക്ക് തന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ജിസ് രൂപ സെ ജോ യാദ് കർത്താ ഹെ ഉസി രൂപ സെ ബാബ് ദാദാ ബच्चों के आगे प्रत्यक्ष हो ही जाता है. ഏത് രൂപത്തിലാണോ ആര് ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ അതേ രൂപത്തിലെ കുട്ടികളുടെ മുന്നിൽ ബാബ പ്രത്യക്ഷമാണ്. അതായത് ഏത് സംബന്ധത്തിൽ ഏത് രൂപത്തിൽ നമ്മുടെ കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ അതേ സംബന്ധത്തിൽ ബാബയും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളെ ഓർമ്മിക്കുന്നുണ്ട്. ആ സ്വരൂപത്തിൽ തന്നെ ബാബ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ജോ യോഗി തു ആത്മാ ഹേ ഉസേ യോഗ കി വിധി മിൽ ജാത്തേ ഹേ. ബാബ പറയാണ്, ഏതു കുട്ടികളാണോ യോഗികളായിരിക്കുന്ന ആത്മാക്കൾ അവർക്ക് യോഗത്തിൻ്റെ വിധിയും ലഭിക്കുന്നുണ്ട്. യഥാർത്ഥ രീതിയിൽ ആര് ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ, അതും സദാ നിരന്തരമായിട്ട് ഏതു കുട്ടികളാണോ ബാബയെ ഓർമ്മിക്കുന്നത് അവർക്ക് ശരിയായ രീതിയിൽ തന്നെ ഓർമ്മയും ലഭിക്കുന്നുണ്ട്. കൈ ബച്ചി യോഗി തു ആത്മാ കി ബജായ് വിയോഗി ആത്മായും ബഞ്ചാത്തേ. എന്നാൽ ചില കുട്ടികളാണെങ്കിലോ യോഗി ആത്മാക്കളാകുന്നതിന് പകരം വിയോഗി ആത്മാക്കളായി മാറുന്നുണ്ട്. അതിനർത്ഥം ബാബയുമായിട്ട് വേർപെടുന്നുണ്ട്.
जिस कारण मिलन के बजाय जुदाई का അനുഭവ करते हैं. ഇത് കാരണം ബാബയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയുടെ അനുഭവമല്ല അവർക്കുള്ളത്. അനുഭവത്തിന് പകരം അവിടെ എന്താണ് ഉണ്ടാകുന്നത്? വേർപാടിൻ്റെ അനുഭവമാണ് ചെയ്യുന്നത്. എന്താണ്? വേർപാടിൻ്റെ അനുഭവം അവർ ചെയ്യുന്നു. യോഗി തു ആത്മാ സദാ ബാപ് ദാദാക്കി ദിൽ തക്ത നശീൻ ഹോത്തി ഹി. ആരാണോ യോഗി തു ആത്മാക്കൾ? അവർ സദാ ബാപ് ദാദയുടെ ഹൃദയ സിംഹാസനത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബാബ ആര് യോഗീത്വ ആത്മാക്കളാണോ അവരെ ബാബ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ബാബയുടെ ഹൃദയത്തിലാണ് വെച്ചിരിക്കുന്നത്. ദിൽ കബി ദൂർ നഹി ഹോത്താ ഹി. ഹൃദയം എന്ന് പറയുന്നത് എവിടെയാ? തൊട്ടടുത്തിരിക്കുന്ന സ്ഥാനമല്ലേ? അപ്പോൾ ബാബ പറയുന്ന കുട്ടികളെ, ആര് ബാബയുടെ ഹൃദയത്തിൽ വസിക്കുന്ന കുട്ടികളാണോ അവരെ ബാബയിൽ നിന്നും ഒരിക്കലും ദൂരെയല്ല, അവർ ബാബയുടെ തൊട്ടടുത്താണ്. വിയോഗി ആത്മായെ वियोगी के द्वारा बाप दादा को सामने लाने का प्रयत्न करते हैं. എന്നാൽ ചില ആത്മാക്കൾ എന്ന് പറയുന്നത് ബാബയിൽ നിന്ന് അകന്നിരിക്കും, ബാബയിൽ നിന്ന് ദൂരെ ഇരിക്കും. അവർക്ക് സദാ ബാബയുമായിട്ട് യോഗമില്ല. ഈ യോഗമില്ലാത്തത് കാരണം അവരെന്ത് ചെയ്യുന്നറിയോ? എല്ലായ്പ്പോഴും ബാബയെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. അവർക്ക് സദാ യോഗമില്ല. നിരന്തരമായിട്ട് യോഗത്തിലിരിക്കാൻ അവരെ കൊണ്ട് സാധിക്കണില്ല. അതുകൊണ്ട് യോഗം ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പരിശ്രമിക്കുകയാണ്. വർത്തമാൻ കോ ഭൂൽ ബീത്തി കോ യാദ് കർത്തേ ഹെ. അവരുടെ സ്വഭാവം എന്തായിരിക്കുന്നറിയോ? അവർ വർത്തമാന സമയത്തേ ആയിരിക്കില്ല. ഈ വർത്തമാന സമയത്തിന് പകരം കഴിഞ്ഞു പോയ കാര്യങ്ങളെ അവർ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഇസ് കാരൺ ബാപ് ദാദാ कब प्रत्यक्ष दिखाई देते, कब पर्दा के अंदर छिपा हुआ दिखाई देते. ഈ കാരണം ആ കുട്ടികൾ എങ്ങനെയായിരിക്കുന്ന പറയട്ടെ? ബാബ അവരുടെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കില്ല. ബാബയും അവരും തമ്മിൽ ഇരിക്കുമ്പോൾ ഒരു നടുക്കായിട്ടൊരു പർദ്ദയുണ്ടാകും. പർദ്ദയ്ക്ക് അപ്പുറത്തായിട്ടാണ് അവർ ബാബയെ കാണുന്നത്. ബാബ തൊട്ടടുത്തിരിക്കുന്നതായിട്ടും ബാബൻ്റെ മുന്നിൽ പ്രത്യക്ഷമാണെന്നും അവർക്ക് ഫീലിംഗ് ഉണ്ടായിരിക്കില്ല. അവരും ബാബയും തമ്മിൽ ഇടയ്ക്കായിട്ട് അവരൊരു പർദ്ദയ്ക്കുള്ളിലായിരിക്കും, ഒരു മൂടുപടം അവർക്കുണ്ടാകും. ലേക്കിൻ ബാപ് ദാദാ സദോ ബച്ചോം കി ആകെ പ്രത്യക്ഷ ഹെ. എന്നാ നോക്കൂ, ആര് ബാബയെ മനസ്സിലാക്കിയ കുട്ടികളാണോ, ആര് ഈശ്വരനെ തിരിച്ചറിഞ്ഞ കുട്ടികളാണോ അവരുടെ മുന്നിൽ ബാബ സദാ പ്രത്യക്ഷമാണ്. ബാബ കൂടെ തന്നെയുണ്ട്. ബച്ചും സി ചിപ്പ് നഹി സക്ത. ബാബ പറയുന്ന കുട്ടികളെ, എനിക്കൊരിക്കലും നിങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ല അല്ലേ? അപ്പം നോക്കൂ, നമ്മൾ ഉള്ളുകൊണ്ട് ബാബാന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബാബയെ അറിഞ്ഞ് ഓർമ്മിക്കുന്ന സമയത്ത് ബാബ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാണ്. അപ്പോൾ ബാബ തന്നെ കുട്ടികളോട് പറയാണ്, എനിക്കൊരിക്കലും നിങ്ങളിൽ നിന്നും ഒളിച്ചിരിക്കാൻ കഴിയില്ല. ജബ്കി ബാബാ ഹേ ബച്ചും കി പ്രതി, ജബ് തക്ക് ബച്ചും കാ സ്ഥാപന കി कर्तव्य का पाठ है, तब तक बाप दादा बच्चों के हर संकल्प और सेकंड में साथ साथ ही. ബാബ പറയുന്ന കുട്ടികളെ, എപ്പം നിങ്ങൾ കുട്ടികൾ എന്നെ അച്ഛനായിട്ട് മനസ്സിലാക്കിയോ, നമ്മൾ ഓരോരുത്തരും ബാബാന്ന് വിളിക്കാനായിട്ട് ആരംഭിച്ചോ, അപ്പം മുതൽ നിങ്ങൾ കുട്ടികളുടെ സ്ഥാപനയുടെ കർത്തവ്യത്തിൻ്റെ പാർട്ട് എപ്പോഴാരംഭിച്ചു, അപ്പം മുതൽ നിങ്ങളുടെ ഓരോ സെക്കൻഡിലും ഓരോ സങ്കല്പത്തിലും ബാബ കൂടെ തന്നെയുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾക്ക് ഭഗവാൻ അച്ഛനാണ്. ബാബ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ എപ്പോൾ സ്ഥാപനയുടെ പാർട്ട് ആരംഭിച്ചുവോ അപ്പം മുതലേ ബാപ് ദാദ ഓരോ സെക്കൻഡിലും ഓരോ സങ്കല്പത്തിലും നമ്മൾ കുട്ടികളോടൊപ്പമുണ്ട്. സ്ഥാപനാക്കി कर्तव्य का पार्ट है, तब तक बाप दादा बच्चों के हर संकल्प और सेकंड में साथ साथ ही. ബാബ വീണ്ടും അത് തന്നെ പറയാൻ, കുട്ടികളെ സ്ഥാപനയുടെ തുടക്കം മുതലേ നിങ്ങളുടെ കുട്ടികൾ ഉള്ളുകൊണ്ട് എന്നെ ഓർമ്മിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ സെക്കൻഡിലും നിങ്ങളുടെ ഓരോ സങ്കല്പത്തിലും ബാബ കൂടെയുണ്ട്. ബാപ് കാ വായ്ദാ ഹേ സാത്ത് ചലേങ്കി
കബ് ചലേംഗെ ജബ് കാര്യ സമാപ്ത് ഹോക. ബാബ പറയുന്ന കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോമിസ് എന്താണ് അല്ലെ? ബാബ കുട്ടികൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. വാക്കെന്താണ്? കൂടെ കൊണ്ടുപോകാം, കൂടെ പോകാം. പക്ഷെ എപ്പോഴാണ് നമുക്ക് പോവാൻ പറ്റുക? ബാബ പറയുന്ന കുട്ടികളെ, കാര്യം പൂർത്തീകരിക്കപ്പെടണം. കാര്യം തുടങ്ങി വെച്ചിട്ടല്ലേ ഉള്ളൂ ആ സമയത്ത്. കാരണം ബാബ യജ്ഞം തുടങ്ങി, പിന്നെ ആ യജ്ഞം ഇങ്ങനെ വിസ്താരത്തിലേക്ക് പോയി, പിന്നെ അവസാനം എന്തുകൂടി ഉണ്ട് അല്ലേ? സത്യുഗത്തിൻ്റെ സ്ഥാപന പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ എപ്പോഴാണോ ബാബയുടെ കർത്തവ്യം പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. തോ പഹലേ ഹി ബാപ്കോ ക്യോം ബേച്ച് ദേത്തേ ഹോ. നിങ്ങൾ കുട്ടികൾ എപ്പോഴും ബാബയുമായിട്ട് വേർപെട്ടിരുന്ന് ആദ്യമേ നിങ്ങൾ കുട്ടികൾ എന്തിനാ ബാബയെ പറഞ്ഞിരിക്കണം? കാരണം ബാബ പറഞ്ഞിരിക്കുന്ന വാക്കെന്താ? നിങ്ങളെ ഞാൻ കൂടെ കൊണ്ടുപോകും, നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകും. ഇതാണ് ബാബ കുട്ടികൾക്ക് തന്നിരിക്കുന്ന വാക്ക്. അപ്പം നേരത്തെ തന്നെ നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്ന് അകന്നിരുന്ന് എന്തിനാണ് നിങ്ങൾ കുട്ടികൾ ബാബയെ നേരത്തെ പറഞ്ഞേക്കുന്നത്? ബാബ ചലാ ഗയാ കർ അവിനാശി സംബന്ധം കു വിനാശി ക്യോം ബനാത്തേ ഹോ. ഇപ്പം നോക്കൂ, ആ സമയത്തുള്ള മുരളികൾ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സങ്കല്പമാണല്ലോ. അയ്യോ, ബ്രഹ്മാബാബ പോയില്ലേ? ബ്രഹ്മാബാബ പോയതോടുകൂടെ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും ചെറിയ പ്രകാരത്തിലുള്ള ഹൽച്ചലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ, ബാബയുമായിട്ടുള്ള നമ്മുടെ സംബന്ധം അവിനാശിയായിട്ടുള്ള സംബന്ധമാണ്. ബാബ പറഞ്ഞു, ഈ അവിനാശിയായിട്ടുള്ള സംബന്ധത്തെ എന്തിനാണ് നിങ്ങൾ കുട്ടികൾ വിനാശി സംബന്ധമാക്കി മാറ്റുന്നത്? സിറഫ് പാർട്ട് പരിവർത്തൻ ഹുവാഹി. നോക്കൂ, ബ്രഹ്മബാബയുടെ പാർട്ട് കേവലം പരിവർത്തനപ്പെടുക മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ബ്രഹ്മബാബ നമ്മളെ വിട്ടു പോയിട്ടില്ല. ബാബയുടെ കാര്യം ഇപ്പോഴും ഭൂമിയിൽ നടക്കുന്നുണ്ട്, ബ്രഹ്മാവിൻ്റെ കർത്തവ്യം. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ സങ്കല്പിച്ച് ബാബയെ അകറ്റി നിർത്തണ്ട. ബാബ നമ്മളോടൊപ്പം തന്നെയുണ്ട്. ബാബയുടെ പാർട്ടിനെ എന്തേ സംഭവിച്ചിട്ടുള്ളൂ? ഒരു പരിവർത്തനം ഉണ്ടായി. ജैसे आप लोग भी സേവാസ്ഥാൻ ചേഞ്ച് കർത്തേ ഹോന. എന്നിട്ട് ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ, നിങ്ങളും നിങ്ങളുടെ സേവാസ്ഥാനമൊക്കെ നിങ്ങൾ മാറ്റില്ലേ അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എവിടെ ബാബയ്ക്ക് നമ്മളെ ആവശ്യമുണ്ടോ അവിടത്തേക്ക് ബാബ നമ്മളെ പറഞ്ഞേക്കും. അപ്പോൾ സേവാസ്ഥാനം പരിവർത്തനപ്പെടുക എന്നുള്ളതൊരു സ്വാഭാവികമായൊരു കാര്യമല്ലേ? തോ ബ്രഹ്മ ബാപ്നെ ബി സേവാസ്ഥാൻ ചേഞ്ച് കിയാഹി. അതേപോലെ നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ബ്രഹ്മ ബാബയും എന്ത് ചെയ്തു? തൻ്റെ സേവാസ്ഥാനത്തിനെ ഒന്ന് ചേഞ്ച് ചെയ്തു. രൂപ വഹി സേവ വഹീഹി. അതേ ബ്രഹ്മാവ് തന്നെയാണിത്, അതേ സേവനവും തന്നെയാണ്. അല്ലാതെ പരിവർത്തനം വേറൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ബാബ വ്യക്തത്തിൽ നിന്ന് അവ്യക്തത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മബാബ സാകാരത്തിലുണ്ടായിരുന്നപ്പോൾ ബാബയുടെ സേവനത്തിന് കുറച്ചുകൂടി ഒരു പരിമിതി ഉണ്ടായിരുന്നു. കാരണം ശരീരം കൊണ്ട് എവിടെ വരെ എത്തിപ്പെടാൻ പറ്റുമോ അത്രേ എത്തിപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ ബാബ സാകാരത്തിൽ നിന്ന് അവ്യക്തത്തിലേക്ക് പോയതോടുകൂടെ ബ്രഹ്മബാബയ്ക്ക് എന്തായി? ഈ പരിമിതമായ ലോകത്തിലുള്ള എല്ലാ പരിമിതികളും വിട്ടു. ബാബയ്ക്ക് ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് മുഴുവൻ വിശ്വത്തിന് സകാശ് കൊടുക്കാൻ ബ്രഹ്മബാബയ്ക്ക് കഴിയും. അങ്ങനെ ബാബ പറയുന്ന കുട്ടികളെ, അതേ ബ്രഹ്മബാബ തന്നെയാണിത്, സേവനവും അത് തന്നെയാണ്. ഹസാർ ഭുജാവാലെ ബ്രഹ്മ की रूप का वर्तमान समय पार्ट चला रहा है, तब तो साकार सृष्टि में इस रूप का गायन ही और यादगार है. ബാബ പറയുന്ന കുട്ടികളെ, ബ്രഹ്മബാബയ്ക്ക് 1000 കൈകളുണ്ട്. ബ്രഹ്മബാബയുടെ ഓരോ കൈകളും നമ്മൾ ഓരോ കുട്ടികളുമാണ്. അപ്പോൾ ബ്രഹ്മബാബ 1000 കൈകളോടുകൂടെ ബാബ സാകാരത്തിലെ ബാബയുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാബ പറയണ അതുകൊണ്ടാണല്ലോ ഭക്തി മാർഗത്തിലും 1000 കൈകളുണ്ട് ബ്രഹ്മാവിനെന്ന് പറഞ്ഞ് അതിനൊരു ഓർമ്മ ചിഹ്നമൊക്കെയുള്ളത്, മഹിമയൊക്കെ പാടുന്നത്. ഭുജായേം ബാപ്കി ബിന കർത്തവ്യ നഹി കർ സക്തെ. കൈകൾക്ക് ബാബയെ കൂടാതെ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ കുട്ടികളാണ് കൈകൾ ബാബയുടെ. അപ്പം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ബാബയില്ലാതെ ഒരു കാര്യവും നടക്കില്ല. ബാബയ്ക്കാണെങ്കിലും നമ്മൾ കുട്ടികൾ വേണം കാര്യങ്ങൾ നടത്തിക്കാനായിട്ട്. ഭുജായേം ബാപ്കു പ്രത്യക്ഷ കരാരഹേഹി. ബാബ പറയുന്ന കുട്ടികളെ,
നിങ്ങൾ ഓരോ കൈകളാണ് ബാബയെ ഈ സാകാര ലോകത്തിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കരാനി വാലാഹി തബ്തു കർ രഹേ ഹെ. നോക്കൂ, ചെയ്യിപ്പിക്കുന്ന ആളാരാ? അത് ബാബ തന്നെയാണ് അല്ലേ? ശിവ് ബാബ, ബ്രഹ്മ ബാബ, ബാബ്ദാദയാണ്. അപ്പോൾ ബാബ്ദാദ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഓരോ കുട്ടികളും കൈകളായിരുന്നു കൊണ്ട് ബാബയ്ക്ക് സഹയോഗം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ജैसे आत्मा के बिना बुझा कुछ नहीं कर सकते, वैसे बाप दादा कंबाइंड रूप की सोल के बिना बुझाए रूबी बची क्या कर सकते हो. അതിന് ബാബ ഉദാഹരണം പറയാൻ. ഇപ്പം നോക്കണം, ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. ആത്മാവിനെ ഏത് പ്രവൃത്തികൾ ചെയ്യണമെങ്കിലും ഈ കൈകൾ ആവശ്യമാണ്. ഈ കൈകളില്ലാതെ ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കഴിയില്ല. അതേപോലെ തന്നെ ബാബ പറയുന്ന കുട്ടികളെ, ഏതുപോലെ ശരീരം, ഈ കൈകൾ, ആത്മ ഇതെല്ലാം ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാബ് ദാദയുടെ കമ്പൈൻഡാണ് നമ്മൾ ഓരോരുത്തരും. സ്വയം ഭഗവാൻ ഇവിടെ കാര്യം ചെയ്യുന്നു. ഭഗവാനിലൂടെ നമ്മൾ ഓരോ കുട്ടികളും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്യിപ്പിക്കുന്നത് ബാബയാണ്, നമ്മൾ കുട്ടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹർ കർത്തവ്യമേ അന്ത് തക്ക് പഹലെ കാര്യ കാ ഹിസ്സ ബ്രഹ്മ ബാബ കി ഹെ. ബാബ പറയുന്ന കുട്ടികളെ, ഓരോ കർത്തവ്യത്തിലും അവസാനം വരയ്ക്കുള്ള കണക്ക് ബ്രഹ്മ ബാബയ്ക്കാണ് ഉള്ളത് അല്ലേ? അതായത് നമ്മൾ കുട്ടികൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ബ്രഹ്മ ബാബയ്ക്കാണ്. എന്താ കാര്യം? ബാബ എപ്പോഴും പറയില്ലേ കുട്ടികളെ, ശിവ് ബാബ സാകാര ലോകത്തിലേക്ക് വരുമ്പോൾ ബാബ ആദ്യം സൃഷ്ടിച്ചത് ബ്രഹ്മാവിനെയാണ്. ബ്രഹ്മാവിലൂടെയാണ് അനേകരുടെ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്, നമ്മൾ ബ്രാഹ്മണ ആത്മാക്കളുടെ. അപ്പോൾ ബ്രാഹ്മണ ആത്മാക്കളെ കൊണ്ട് നമ്മൾ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കണക്കും ആദ്യം ആർക്ക് തന്നെ വരുന്നത്? ബ്രഹ്മ ബാബയ്ക്കാണ്. ബ്രഹ്മ അർത്ഥാത് ആദി ദേവ്. കാരണം എന്താ? ബ്രഹ്മ ബാബ എന്ന് വെച്ചാൽ ആദി ദേവനാണ്, സൃഷ്ടിയുടെ ആദി പിതാവാണ്. ആദി ദേവ് അർത്ഥാത് ഹർ ശുഭ കാര്യക്ക് ആദി കർണേവാല. ഇനി എന്താണ് ഈ ആദി ദേവൻ എന്ന് വെച്ചാൽ? ആദി ദേവൻ എന്ന് വെച്ചാൽ ഇതാണ് അർത്ഥം, ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ചും ശുഭമായ കാര്യങ്ങൾ ആദ്യം ചെയ്യുന്ന ആൾ. അതുകൊണ്ട് ബ്രഹ്മ ബാബയുടെ സ്ലോഗൻ തന്നെ എന്താണ്? ബ്രഹ്മ ബാബ എപ്പോഴും കുട്ടികളുടെ മുന്നിൽ പറയില്ലേ, ഞാൻ ഏതൊരു കാര്യം ചെയ്യുന്നു എന്നെ കണ്ട് അത് അനേകം പേര് ഫോളോ ചെയ്യും. ബാബ എപ്പോഴും പറയാറുള്ള ഒരു ശബ്ദമാണ്, ബാബയുടെ സ്ലോഗനെ അതാണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്നെ കണ്ട് അനേകം പേരത് ചെയ്യും. ബാബ എപ്പോഴും അത് ഓർമ്മിക്കുമായിരുന്നു. അപ്പോൾ ബാബ പറയുന്ന കുട്ടികളെ, ആദി ദേവൻ എന്ന് വെച്ചാൽ ഇതാണ് ആ വാക്കിനർത്ഥം, ഏതൊരു ശുഭമായ കാര്യവും തുടക്കം കുറിക്കേണ്ട ആള്. ബാബ് ദാദാക്ക് ആദി കർണി കെ ബിന അർത്ഥാത് ആരംഭ കർണി കെ ബിന കോയി ബി കാര്യ സഫൽ കൈസി ഹോ സക്താ ഹൈ. അപ്പോൾ ബ്രഹ്മ ബാബയ്ക്കാണ് തുടക്കം കുറിക്കേണ്ടത്. ബ്രഹ്മ ബാബ തുടക്കം കുറിക്കാതെ ഏത് കാര്യത്തിന് സഫലതയുണ്ടാകില്ല. എങ്ങനെ സഫലതയുണ്ടാകും? ഏത് കാര്യത്തിനും ആദ്യം മുന്നോട്ട് വയ്ക്കേണ്ട സ്റ്റെപ്പ് ആരുടേത് തന്നെയാണ്? ബ്രഹ്മ ബാബയുടേതാണ്. ഹർ കാര്യമേ പഹലെ ബാബ് കാ സഹयोग ഹെ. ഓരോ കാര്യങ്ങൾക്കും ആദ്യം ബാബയുടെ സഹയോഗം, ബ്രഹ്മ ബാബയുടെ. അനുഭവ് ഭി കർത്തേ ഹെ, വർണ്ണൻ ഭി കർത്തേ ഹോ, ഫിർ ഭി കബ് കബ് ഭൂൽ ജാത്തേ ഹോ. ബാബ പറയുന്ന കുട്ടികളെ, നോക്ക്, നമുക്കറിയാം ബ്രഹ്മ ബാബയുടെ ശക്തിയും ശിവബാബയുടെ ശക്തിയും ബ്രഹ്മ ബാബയുടെ റോളും എല്ലാം നമുക്കറിയാം. പക്ഷെ ഇതറിഞ്ഞിട്ടും ഇതിൻ്റെ അനുഭവം ഉണ്ടായിട്ടും ഇത് വർണ്ണിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന പറയട്ടെ, ബ്രഹ്മ ബാബയെ നമ്മൾ കുട്ടികൾ മറക്കാറുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നമ്മൾ വിട്ടുപോവാറുണ്ട്. അപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്കറിയാം, നമുക്കതിൻ്റെ അനുഭവമുണ്ട്, നമ്മളതിനെ വർണ്ണിക്കുന്നുണ്ട്, എന്നിട്ടും എന്ത് ചെയ്യുന്നു? നമ്മളതിനെ മറന്നു പോകുന്നു. പ്രേം കി സാഗർ മേ പ്രേം കി ലഹരോ മേ ക്യാ ബൻ ജാത്തേ ഹോ. ബാബ ചോദിക്കണ കുട്ടികളെ, ബാബ പ്രേമത്തിൻ്റെ സാഗരനല്ലേ? നമ്മുടെ കുട്ടികളാണെങ്കിലോ ആ പ്രേമത്തിൻ്റെ അലകളിൽ അലയടിക്കുന്നവരാകണം. ആ പ്രേമത്തിൽ നമ്മൾ ശരിക്കും മുങ്ങി താണു പോകേണ്ടവരാണ്.
ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ എന്താ ചെയ്യുക? അലകളിലെ നിങ്ങൾ കുട്ടികൾ കളിക്കും, അത് കാര്യം നല്ലതാണ്. നാക്കി ലഹരോംക്ക് വശീഭൂത് ഹോജാന. പക്ഷേ ബാബ പറയുന്ന കുട്ടികളെ അലകളിലൊക്കെ കളിക്കുന്നത് നല്ലതാണ്. പക്ഷേ പുറം ലോകത്തിലുള്ള പല അലകളുണ്ട്. അലകളിലൊന്നും നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? വശീഭൂതരായിട്ട് പോകാൻ പാടില്ല. ഗുണഗാൻ കരോ ലേക്കിൻ. ബാബ പറയുന്ന കുട്ടികളെ നിങ്ങൾ മഹിമ പാടിക്കോളൂ, പക്ഷെ ഒരിക്കലും പരാതിപ്പെടാനായിട്ട് പാടില്ല. ആരിലും ചെന്ന് നിങ്ങൾ കുട്ടികൾ കുരുങ്ങാനായിട്ട് പാടില്ല. എന്താണ് പാടില്ലാത്തത്? എല്ലാവരുടെയും മഹിമകൾ പാടുക, എല്ലാവരുടെയും മഹിമകളെ നമ്മൾ അംഗീകരിക്കുക, അവരെ പ്രശംസിക്കാനുള്ള മനസ്സ് നമ്മൾ കുട്ടികൾ കാണിക്കുക. പക്ഷേ ബാബ പറയണ എന്ത് പാടില്ല? ആരുടെ ഗുണങ്ങളിലും നിങ്ങൾ കുട്ടികൾ വീണു പോകാനായിട്ട് പാടില്ല. ബാപ് ദാദാ ദേഖ് രഹേ ഹി, ബच्चे मेरे साथी हैं और बच्चे जुदाई का पर्दा ढाल देखते रहते हैं, फिर ढूंढने में समय गवाते हैं. ബാബ പറയുന്ന കുട്ടികളെ, ചില കുട്ടികൾ എങ്ങനെയെന്ന് പറയട്ടെ, ഓരോരുത്തരും ബാബയുടെ കൂട്ടുകാരാണ്. ബാബ കൂടെയാണ് കുട്ടികളെ വെച്ചിരിക്കുന്നത്. അതും ബാബ എപ്പോഴും പറയാറുള്ളത് എന്താ? നിങ്ങൾ കുട്ടികൾ എൻ്റെ കാര്യത്തിന് സഹയോഗികളാണ്, നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്. പക്ഷെ എന്നിട്ടും ഈ കുട്ടികൾ എന്ത് ചെയ്യുന്ന പറയട്ടെ, ബാബയും നമ്മളും അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു പർദ്ദ വയ്ക്കും, അല്ലെ ഒരു മൂടുപടം വയ്ക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ബാബ ഇങ്ങനെ നോക്കി അന്വേഷിക്കും, എവിടെയാണ് ബാബ, എവിടെയാണ് ബാബ എന്ന് പറഞ്ഞ് ബാബയെ തന്നെ എന്ത് ചെയ്യണ കാണാം? തെരഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ട് കാണാം. ഹാസിർ ഹസൂർ കോബി ചിപാദേത്തേ. ബാബ നമ്മൾ കുട്ടികളുടെ മുന്നിൽ സദാ ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്, അല്ലേ? ബാബ നമ്മുടെ മുന്നിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉത്തരവ്, അല്ലെ? വലിയ രാജാക്കന്മാരൊക്കെ നോക്കും, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ അവരുടെയൊക്കെ സേവകരെ വിളിക്കുമ്പോൾ ആ സേവകർ ഉടൻ വന്നിട്ട് രാജാവിൻ്റെ മുന്നിൽ എന്താ പറയുക? ഉത്തരവ്, ഹാജർ എന്ന് പറയും. ഇതുപോലെ തന്നെ ശിവ് ബാബ സംഗം യുഗത്തിൽ നമ്മൾ കുട്ടികളുടെ മുന്നിൽ ബാബ എങ്ങനെ നിൽക്കുന്നത്? ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അങ്ങനെയുള്ള ബാബയെ തന്നെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്ന പറയട്ടെ? മാറ്റിവെക്കും, അല്ലെ? ബാബയിൽ നിന്ന് അകന്ന് നിൽക്കും. അഗർ ആങ്ക് മിച്ചൗനി കാ ഖേൽ അച്ഛാ ലഗ്താ ഹൈ तो ഖേൽ സമझ് കർ ഭലേ ഖേലോ ലേക്കിൻ സ്വരൂപ നഹി ബനോ. ബാബ പറയുന്ന കുട്ടികളെ, ചില കുട്ടികൾക്ക് നോക്കൂ, ഈ കണ്ണുപൊത്തി കളി ഇഷ്ടമാണ്. ബാബ പറയുന്ന നല്ല കാര്യം, കണ്ണുപൊത്തി കളിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇത് കളിയായിട്ട് കളിച്ചാൽ നല്ലതാണ്. പക്ഷേ ബാബ പറയണേ, എന്നും നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് ബാബ മറങ്ങി പോകാനായിട്ട് പാടില്ല. അതായത് ഒരു സമയത്ത് അതിന് കളിയായിട്ട് നമ്മൾ കുട്ടികൾക്ക് കാണാം, പക്ഷെ തൻ്റെ കൺമുന്നിൽ നിന്നോ തൻ്റെ ബുദ്ധിയിൽ നിന്നോ തൻ്റെ മനസ്സിൽ നിന്നോ ഒരിക്കലും ബാബ മറങ്ങി പോകാതെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം? നോക്കണം. അതിൻ്റെ സ്വരൂപമായിട്ട് മാറരുത്, അല്ലെ? ബാബയുമായിട്ടുള്ള വിയോഗം, ബാബയിൽ നിന്ന് അകന്നിരിക്കുക, ആ സ്വരൂപത്തിലേക്ക് കുട്ടികൾ വരരുത്. ബാബ പറയുന്ന കുട്ടികളെ തമാശയ്ക്ക് പോലും ആവാൻ പാടില്ല, അല്ലേ? അതായത് തൻ്റെ സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ബാബയെ മാറ്റി നിർത്തുക, ബാബയിൽ നിന്ന് അകന്നിരിക്കുക, തൻ്റെ കൺമുന്നിൽ ബാബ ഇല്ലാതിരിക്കുക, ഇതൊരു തമാശയ്ക്ക് പോലും ഈ കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. और सेवा की स्पीड को अति तीव्र गति देने के लिए सिर्फ स्थान परिवर्तन किया है. ബാബ പറയുന്ന കുട്ടികളെ, ബാബ ഇപ്പോൾ അവ്യക്തായി, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ബാബ അവ്യക്തായത്? ബാബയുടെ സേവനത്തിൻ്റെ ഗതി കുറച്ചുകൂടെ തീവ്രമാക്കണം. കാരണം വ്യക്തി ശരീരത്തിലിരിക്കുമ്പോൾ, വ്യക്തലോകത്തിലിരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പരിമിതിയുണ്ട്. പക്ഷെ എപ്പോൾ ബ്രഹ്മബാബ സൂക്ഷ്മവദനവാസിയാകുന്നു, അവ്യക്ത ഫരിസ്തയായി മാറിയോ, സമ്പൂർണ്ണ ബ്രഹ്മബാബയായി മാറിയോ, അതോടുകൂടെ ബാബയ്ക്ക് മുന്നിലുള്ള എല്ലാ പരിമിതികളും ഇല്ലാതായി. അതുകൊണ്ട് ബാബ പറയുന്ന കുട്ടികളെ, ഈ സ്ഥാനം പരിവർത്തനപ്പെട്ടതും ഈ സ്വരൂപം പരിവർത്തനപ്പെട്ടതും എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ബാബയുടെ സേവനം തീവ്രഗതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. इसलिए बच्चों को भी बाप समान सेवा की गति को अति तीव्र बनाने में बिजी रहना चाहिए. അപ്പോൾ ബ്രഹ്മ ബാബയെ പോലെയായിരിക്കണം നമ്മൾ കുട്ടികൾ. ഏതുപോലെ ബാബ തൻ്റെ സ്വരൂപം, തൻ്റെ സ്ഥാനത്തെ ബാബ പരിവർത്തനം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? സേവനത്തിൻ്റെ ഗതിയെ സ്പീഡാക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങൾ കുട്ടികളും എന്താ ചെയ്യേണ്ടത്? ബാബയ്ക്ക് സമാനം
സേവനത്തിൻ്റെ ഗതിയെ അതിതീവ്രമാക്കി മാറ്റണം. അതാണ് ബാബയുടെ ഇച്ഛ. എഹി സ്നേഹക്ക റിട്ടേൺ. ബാബ പറയുന്ന കുട്ടികളെ, ഇതാണ് സ്നേഹത്തിൻ്റെ റിട്ടേൺ. നമ്മൾ കുട്ടികൾ ബാബയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ റിട്ടേൺ ഇതായിരിക്കണം. ബാബ് ജാൻതേ ഹി ബच्चों को बाप से अति स्नेह है, लेकिन बाप का बच्चों के साथ साथ सेवा से भी स्नेह है. ബാബ പറയുന്ന കുട്ടികളെ, എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾ കുട്ടികൾക്ക് ബാബയോട് വളരെയധികം സ്നേഹമാണ്. ഇനി അതേപോലെ തന്നെ ബാബ പറയുന്ന കുട്ടികളെ, എനിക്ക് നിങ്ങൾ മക്കളോട് മാത്രമല്ല സ്നേഹമുള്ളത്, എനിക്ക് സ്നേഹം സേവനത്തിനോടുമുണ്ട്. അതായത് നമ്മൾ കുട്ടികൾ ബാബയെ സ്നേഹിക്കുന്നു, ബാബയ്ക്ക് നമ്മൾ കുട്ടികളോട് സ്നേഹമുണ്ട്. ഇനി നമ്മൾ കുട്ടികളെ മാത്രമല്ല ബാബ സ്നേഹിക്കുന്നത്, ബാബ സ്നേഹിക്കുന്നത് എന്തിനെ കൂടിയാണ്? സേവനത്തിനെ കൂടിയാണ്. ബാപ്കി സ്നേഹിക്ക പ്രത്യക്ഷ സ്വരൂപ് സേവാസി സ്നേഹിഹി. ബാബ പറയുന്ന കുട്ടികളെ, ബാബയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപമായിരിക്കണം സേവനത്തിനോടും സ്നേഹം നമുക്ക് വേണം. ജैसे पल पल बाबा कहते हो, वैसे हर पल बाप और सेवा हो, तभी ही सेवा कार्य समाप्त होगा और साथ चलेंगे. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ ഓരോ നിമിഷത്തിലും ബാബ 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 എന്ന് പറയും. അതേപോലെ തന്നെ നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം? ബാബ മാത്രമല്ല, സേവ എന്ന് പറയുന്ന കാര്യത്തെ പോലും നിങ്ങൾ പൂർത്തീകരിക്കണം. എന്ത് സേവനം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടോ ആ സേവനത്തെ കൂടെ നിങ്ങൾ കുട്ടികൾ തീർക്കണം. തീർത്തെങ്കിൽ മാത്രമേ ബാബയോടൊപ്പം പോകാൻ കഴിയുള്ളൂ. अब बाप दादा हर एक बच्चे को लाइट हाउस മൈറ്റ് ഹൗസ് കെ രൂപമേ ദേഖ്തേ ഹേ. ബാബ പറയുന്ന കുട്ടികളെ, ഞാൻ ഓരോ കുട്ടികളെയും കാണുന്നത് എങ്ങനെയെന്നറിയൂ? ലൈറ്റ് ഹൗസായിട്ടും മൈറ്റ് ഹൗസിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. ബാബയ്ക്ക് നമ്മൾ കുട്ടികളെ ഏത് സ്വരൂപത്തിൽ കാണാനാണ് ഇഷ്ടം? ലൈറ്റ് ഹൗസായിരിക്കുന്ന കുട്ടികൾ, മൈറ്റ് ഹൗസായിരിക്കുന്ന കുട്ടികൾ. ആ രൂപത്തിൽ ബാബ കാണാൻ ആഗ്രഹിക്കാൻ. മൈറ്റ് പവർഫുൾ ഹോ ഗയേ. ബാബ പറയുന്നതിന് എന്തുകൂടെ വേണമെന്ന് പറയട്ടെ? മൈക്ക്, അതും കൂടെ ശക്തിശാലിയായിരിക്കണം. അല്ലെ? ഇതിനർത്ഥം നമ്മൾ എന്ത് പറയുകയാണെങ്കിലും ആളുകളിൽ ഉള്ളിലേക്ക് ശക്തിയും കൂടി എത്തിച്ചേരും. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻസ് കൂടെ അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റണം. ബാബ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ കുട്ടികൾ എന്ത് ജ്ഞാനദാനം മറ്റുള്ളവർക്ക് നമ്മൾ കുട്ടികൾ കൊടുക്കുമ്പോഴും ജ്ഞാനദാനത്തിനോടൊപ്പം തന്നെ നമ്മൾ യോഗദാനം കൂടെ ചെയ്യും. എവിടെയെങ്കിലും നമ്മൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ആ സ്ഥലത്ത് എത്തുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ ശുഭസങ്കല്പം എത്തണം. അഥവാ നിങ്ങളുടെ യോഗദാനം അവിടെ എത്തിയിരിക്കണം. അതിനെയാണ് ബാബ എന്ത് പറയുന്നത്? ശക്തിശാലിയായിട്ടുള്ള സേവ. മൈക്കാകുന്ന ശക്തിശാലിയായിട്ടുള്ള സേവ. ആവാസ്മി ആന സഹജ് ലഗ്താ ഹെനാ. ബാബ പറയുന്ന കുട്ടികളെ, ശബ്ദത്തിലേക്ക് വരാൻ എളുപ്പമാണ്. अब ऐसी पावरफुल स्टेज बनाओ जिस स्टेज से हर आत्मा को सुख और पवित्रता की तीनों की लाइट्स अपनी माइट से दे सको. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങളുടെ സ്റ്റേജ് ഇത്രയും ശക്തിശാലി സ്റ്റേജ് ആയിരിക്കണം. എങ്ങനെയാണ്? ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളിലൂടെ 3 പ്രകാരത്തിലുള്ള ലൈറ്റ് എത്തണം. ഏതൊക്കെയാണ്? ശാന്തിയുടെ, സുഖത്തിൻ്റെ, പവിത്രതയും. ഈ 3 പ്രകാരത്തിലുള്ള ലൈറ്റും മൈറ്റും നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ജैसे साकारी सृष्टि में जिस रंग की लाइट जलाते हो तो चारों ओर वही वातावरण हो जाता है. ബാബ പറയുന്ന ഉദാഹരണമായിട്ട് നോക്കൂ. ഇപ്പോൾ സാകാര ലോകത്തിൽ തന്നെ നമ്മൾ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു ബൾബ് അല്ലെ, ഒരു കളർ ബൾബ് നമ്മൾ കത്തിക്കാൻ. ഈ ഒരു കളർ ബൾബ് കത്തിക്കുമ്പോൾ അവിടുത്തെ വൈബ്രേഷൻ തന്നെ എന്തായി മാറും? ആ കളറായിട്ട് മാറും അല്ലെ? ആ മൊത്തത്തിലവിടെ ആ കളർ ഉണ്ടാകും. जैसे आप लोग भी जब लाल लाइट करते हो तो ऑटोमेटिकली याद का वायुमंडल बन जाते हैं. ബാബ അതിന് ഉദാഹരണം പറയണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ബാബയെ ഓർമ്മിക്കുന്നതിന് വേണ്ടി റെഡ് ലൈറ്റ് നമ്മൾ കത്തിക്കുന്നു. ഈ റെഡ് ലൈറ്റ് കത്തിക്കുന്നതോടുകൂടെ അവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം, ഇത് ബാബയെ ഓർമ്മിക്കാനുള്ള സിഗ്നലാണ് അല്ലേ? അപ്പം ആ ലൈറ്റ് സൂചിപ്പിക്കുകയാണ്
ഏതിൻ്റെ സമയമാണ്? യോഗത്തിൻ്റെ സമയമാണ്. ऐसे जब स्थूल लाइट वायुमंडल को परिवर्तन कर लेते हैं तो आप लाइट हाउस पवित्रता की लाइट से व सुख की लाइट से വായുമണ്ഡൽ നഹി ബനാ സക്തേ ഹോ. ബാബ പറയുന്ന കുട്ടികളെ, ഒരു സാധാരണ ബൾബിന് ഈ ഒരു കഴിവുണ്ട് അല്ലേ? പച്ച ലൈറ്റ് കത്തിച്ചാൽ അവിടെ മുഴുവൻ പച്ച കളറായി മാറും. ഒരു റെഡ് ലൈറ്റ് കത്തിച്ചാൽ അവിടെ മുഴുവൻ റെഡ് കളറായിട്ട് മാറും. ഒരു സാധാരണപ്പെട്ട ലൈറ്റിന് ഈ കഴിവുണ്ടെങ്കിൽ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ ആരാ? നിങ്ങൾ സ്വയം ലൈറ്റ് ഹൗസാണ്. നിങ്ങൾ സ്വയം ലൈറ്റ് ഹൗസായി മാറി പവിത്രതയുടെ ലൈറ്റിലൂടെ, സുഖത്തിൻ്റെ ലൈറ്റിലൂടെ അന്തരീക്ഷത്തെ പരിവർത്തനപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ? സ്ഥൂൽ ലൈറ്റ് ആങ്കോം സെ ദേഖ്തേ ഹെ. ബാബ പറയുന്ന കുട്ടികളെ, സ്ഥൂലമായ ലൈറ്റ് എന്ന് പറയുന്നത് കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കും. റുഹാനി ലൈറ്റ് അനുഭവസി ജാനേങ്കി. ബാബ പറയുന്ന കുട്ടികളെ, ഒരു സ്ഥൂലമായ ലൈറ്റ് കാണാൻ പറ്റുന്നത് കണ്ണിലൂടെയാണ്. എന്നാൽ ബാബ പറയുന്ന ആത്മീയമായിട്ടുള്ള ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ആത്മീയമായിട്ടുള്ള ലൈറ്റ് അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. വർത്തമാൻ സമയം ഇസ് റുഹാനി ലൈറ്റ് ദ്വാര വായുമണ്ഡൽ പരിവർത്തൻ കർണിക്ക് സേവാഹി. ബാബ പറയുന്ന കുട്ടികളെ, വർത്തമാന സമയത്ത് ഇങ്ങനെയുള്ള സേവനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മീയ ലൈറ്റ് ഹൗസായി മാറി നമ്മുടെ പ്രകാശത്തിലൂടെ വായുമണ്ഡലത്തെ പരിവർത്തനം ചെയ്യാനുള്ള സേവ. അശാന്തമായ പരിതസ്ഥിതിയെ ശാന്തിയുള്ളതാക്കി മാറ്റുക. ദുഃഖത്തിൻ്റെ വാതാവരണമാണെങ്കിൽ അവിടെ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യിപ്പിക്കുക. അങ്ങനെ അന്തരീക്ഷത്തെ പരിവർത്തനം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ തന്നെ മാറ്റിയെടുക്കാൻ നമ്മുടെ വൈബ്രേഷനിലൂടെയും നമ്മുടെ ശുഭമായ സങ്കല്പത്തിലൂടെയും സാധിക്കണം. അതാണ് സേവ. സുനാ അബ് സേവ കാ ക്യാ രൂപ ഹോനാ ഹി. ബാബ പറയുന്ന കുട്ടികളെ, മനസ്സിലായോ നിങ്ങൾക്ക്? സേവനം ഏതു രൂപത്തിൽ പരിവർത്തനപ്പെടണം അല്ലേ? എങ്ങനെയുള്ള സേവനമാണ് നമ്മൾ കുട്ടികളെ ചെയ്യേണ്ടത്? അതാണ് ബാബ പറഞ്ഞതെന്ന്. ദോനോം സേവ അബ് സാത്ത് സാത്ത് ഹോ. ബാബ പറയുന്ന കുട്ടികളെ, 2 പ്രകാരത്തിലുള്ള സേവയും ഒരുമിച്ചായിരിക്കണം. എവിടെയെങ്കിലും നമ്മൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ ജ്ഞാനദാനം ചെയ്യുന്നു. പക്ഷെ ഒപ്പം നമ്മൾ യോഗദാനം കൂടെ ചെയ്യണം. നമ്മുടെ ശുഭവും ശുദ്ധവുമായ വൈബ്രേഷനിലൂടെ അനേക ആത്മാക്കളുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്താനുള്ള കഴിവ് നമുക്കുണ്ടാകണം. മൈക്ക് और മൈറ്റ് തബ് സഹജ് സഫലതാ മൂർത്ത് ബൻ ജായെങ്കെ. ഇതിനെയാണ് ബാബ പറയുന്ന മൈക്ക്. മൈക്കിൻ്റെ പ്രത്യേകത എന്താ? ശബ്ദമാണ്. മൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശക്തിയാണ്. അതുകൊണ്ട് ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ ഏത് ശബ്ദങ്ങൾ പറയുന്നുവോ ആ ശബ്ദത്തിനൊപ്പം അവരിലേക്ക് ഏതുകൂടെ ചെന്ന് തട്ടണം? ശക്തിയും കൂടെ ഇട്ട്. ബേഹദ് കാ ബാപ് കോ ബി ഹദ്ക്ക് നമ്പർ ലഗാനെ പെടുത്തേ ഹെ. ബാബ പറയുന്ന കുട്ടികളെ, പരിധിയില്ലാത്ത ബാബയ്ക്ക് പോലും നോക്കൂ നമ്പർ ഇടേണ്ടതായിട്ട് വരികയാണ് അല്ലേ? ബാബ എപ്പോഴും പറയില്ല 108 അല്ലേ? അതേപോലെ 16,108. ബാബ പരിധിയില്ലാത്ത അച്ഛനാണ്. പക്ഷെ പരിധിയില്ലാത്ത അച്ഛനായിരിക്കുന്ന ബാബയ്ക്ക് പോലും പരിധിയുള്ള നമ്പറുകൾ ഇട്ടുകൊടുക്കേണ്ടി വരുന്നു. നഹി തോ ബാപ്പ് और बच्चों को मिलना दिन रात क्या है आपकी दुनिया में ये सब बातें हैं. ബാബ പറയുന്നത് നോക്കൂ, നമ്മുടെ സാകാര ലോകത്തിലുണ്ടല്ലോ അല്ലെ നമ്പറുകളും എല്ലാം എന്ന് പറയുന്നത് സാകാര ലോകത്തിലുള്ള ഒരു വ്യവസ്ഥയാണല്ലോ ഇതൊക്കെ. വഹാം തു സബ് ബാപ് കെ സമീപ ഹി. ബാബ പറയുന്നത് നോക്കൂ, ബ്രഹ്മലോകത്തിൽ അങ്ങനെയൊന്നുമില്ല. നിരാകാരി ലോകത്തിലാണെങ്കിലും സൂക്ഷ്മവദനത്തിലാണെങ്കിലും എല്ലാവരും ബാബയുടെ അടുത്താണ്, സമീപത്താണ്. ബിന്ദു ക്യാ ജഗ ലെങ്കി യഹാൻ തോ ശരീർ കോ ജഗ ചാഹി വഹാ സമീപ് ഹോ ഹി ജായേഗ. ബാബ പറയുന്ന കുട്ടികളെ, പരംധാമത്തിലെ നമ്മൾ ആത്മാക്കൾ ബിന്ദു രൂപത്തിലാണ്. ബിന്ദു രൂപത്തിലിരിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബിന്ദുവിനിരിക്കാൻ എത്ര സ്ഥലം വേണം അല്ലേ? ബാബ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ബാബ പറയില്ല, സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണെന്നാണ് പറയും. കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ സാധിക്കില്ല ആത്മാവിൻ്റെ സ്വരൂപം. അപ്പോൾ ഈ ബിന്ദുവായിരിക്കുന്ന ആത്മാവിന് പരംധാമത്തിലിരിക്കാൻ എത്ര ആവശ്യമുള്ളൂ? എത്ര സ്ഥലം വേണം? യഹ ഹറേക്ക് ആത്മാ സമഷ്ടി ഹം സമീപായി. ബാബ പറയുന്നത് നോക്കൂ, ഇവിടെ നമ്മൾ സാകാരത്തിൽ അല്ലെ ബാബയെ കാണാനായിട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരുടെയും ആഗ്രഹം എന്താണ്? നമ്മൾ ബാബയുടെ തൊട്ടടുത്തേക്ക് വരാം.
ബാബയുടെ അതിസമീപത്തിരിക്കണം, ബാബയുടെ കൂടെ ഇരിക്കണം. जितना जो बाप के गुणों में स्थिति में समीप उतना वहाँ स्थान में भी समीप, चाहे घर में चाहे രാജ്യ में. ബാബ പറയുന്ന കുട്ടികളെ, ബാബയുടെ സമീപത്തിരിക്കണമെങ്കിൽ അതിന് യോഗ്യത വേണം. എന്തൊക്കെയാണ് യോഗ്യത? ബാബയുടെ ഗുണങ്ങളിലും സ്ഥിതിയിലും ബാബയ്ക്ക് സമാനമായിരിക്കണം. അപ്പോൾ എത്രത്തോളം നമ്മൾ കുട്ടികൾ ബാബയ്ക്ക് സമാനമായിട്ടുള്ള സ്ഥിതി ഉണ്ടാക്കുന്നു, ബാബയുടെ ഗുണങ്ങളും ബാബയുടെ സംസ്കാരവും അതിന് മാത്രം നമ്മൾ എത്രത്തോളം ബാബയ്ക്കൊപ്പം നമ്മൾ എത്തുന്നോ അതിനനുസരിച്ച് പരംധാമത്തിലും ബാബയുടെ തൊട്ടടുത്തായിരിക്കും. സത്യയുഗത്തിലേക്ക് വരുമ്പോഴും ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തിലും സമീപ സംബന്ധത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. സ്ഥിതി സ്ഥാൻ കെ സമീപലാത്തേഹി. ബാബ പറയണ നോക്കൂ, സംഗം യുഗത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥിതികൾ, ഈ സ്ഥിതികളാണ് നിരാകാരി ലോകത്തിലും ബാബയുടെ അടുത്തിരിക്കാനുള്ള യോഗ്യത. സത്യയുഗത്തിലും ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തിലും സമീപ സംബന്ധത്തിലിരിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കുന്നത്. യഹി കമാൽ ഹേ. ബാബ പറഞ്ഞ ഇതൊരു അത്ഭുതം തന്നെയല്ലേ. ജോ ഹരേക്ക് സമജ്താ ഹേ മേ സമീപ് और समीप का अनुभव भी करता, क्योंकि बेहद का बाप अखूट है, अखंड है, इसलिए സബി സമീപ് ഹോ സക്തേ ഹെ. ബാബ പറയുന്ന കുട്ടികളെ, ആർക്കൊക്കെയാണ് ഞാൻ ബാബയുടെ സമീപത്താണ് എന്നുള്ളത് തോന്നണത്, അനുഭവം ചെയ്യുന്നത്? ബാബ പറയുന്ന കുട്ടികളെ, ബാബ അളവറ്റ ഖജനാവാണ് കുട്ടികൾക്ക് നൽകുന്നത്. അഖണ്ഡമായിട്ടുള്ള ഖജനാവുകളാണ് ബാബ നൽകുന്നത്. ആ തരത്തിൽ നമ്മളെല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? എത്ര വേണമെങ്കിലും ബാബയിൽ നിന്ന് എടുക്കാം, അടുത്ത സംബന്ധത്തിലേക്ക് വരാം. संतुष्ट रहना और करना यही വർത്തമാൻ സമയ സ്ലോഗൻ ഹി. ബാബ പറയുന്ന കുട്ടികളെ, സന്തുഷ്ടരായിരിക്കുക, മറ്റുള്ളവരെയും സന്തുഷ്ടരാക്കുക. ഇത് വർത്തമാന സമയത്തെ സ്ലോഗനാണ്. എന്താണ് നമ്മൾ സ്ലോഗൻ ഓർമ്മിച്ചു വെക്കേണ്ടത്? സ്വയം സന്തുഷ്ടരായിരിക്കണം. നമ്മുടെ ആര് സമ്പർക്കത്തിലേക്ക് വരുന്നു, ആര് നമ്മുടെ സമീപത്തിരിക്കുന്ന ആളുകളാണോ അവരെ നമ്മൾ എന്ത് ചെയ്യുക? സന്തുഷ്ടരാക്കുക. അസന്തുഷ്ട അർത്ഥാത് അപ്രാപ്തി. ഇനി ചില ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എങ്ങനെയാലും മനസ്സിൽ തൃപ്തി ഉണ്ടാവില്ല. എന്ത് തന്നെ കൊടുത്താലും എന്ത് തന്നെ ചെയ്താലും മനസ്സിൻ്റെ ഉള്ളിലെ അസന്തുഷ്ടതയുണ്ടാകും. ഈ അസന്തുഷ്ടതയ്ക്ക് കാരണം ബാബ പറയണ മനസ്സവരുടെ കാലിയാണ്. മനസ്സവരുടെ കാലിയായതുകൊണ്ടും എവിടെയൊക്കെയോ അവർക്ക് ഇനിയും ഫില്ലാകാനുള്ളത് കൊണ്ടാണ് അവർക്ക് എന്ത് തോന്നണത്? അസന്തുഷ്ടത, അസംതൃപ്തി. സന്തുഷ്ടത അർത്ഥാത് പ്രാപ്തി. നീ സന്തുഷ്ടത എന്ന് വെച്ചാൽ എന്താ? പ്രാപ്തിയാണ്. എല്ലാം നിറഞ്ഞിരിക്കുകയാണ്, ഒന്നിൻ്റെയും കുറവില്ല, എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. സർവപ്രാപ്തി വാലെ കബീബി അസന്തുഷ്ട നഹി ഹോ സക്തെ. ബാബയിൽ നിന്നെല്ലാം എടുത്തുകൊണ്ട് ബാബ നൽകിയ ഓരോ ഖജനാവുകളും നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ അനുഭവം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അസന്തുഷ്ടത ഉണ്ടാകില്ല. സദാ അപ്പനേക്കോ ഗോഡ്ലി സ്റ്റുഡൻറ്റ് സമജ്തേക്കോ. ബാബ ചോദിക്കുന്ന കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരും സ്വയം ഈശ്വരീയ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഗോഡ്ലി സ്റ്റുഡൻറ്റ് ലൈഫ്. ബാബ പറയുന്നത് നിങ്ങൾ ആരാണെന്നറിയോ? ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതം നയിക്കുന്നവരാണ്. സബ്സെ ബെസ്റ്റ് ഗായി ജാത്തി ഹെ. ബാബ പറയുന്ന കുട്ടികളെ, ഈ ഒരു ഗോഡ്ലി സ്റ്റുഡൻറ്റ് ലൈഫ് ബെസ്റ്റ് ലൈഫാണ്, സുഖമായിട്ടുള്ളൊരു ജീവിതമാണിത്. അർത്ഥാത് ശ്രേഷ്ഠ ജീവൻ കാ അനുഭവം കർത്തേ ഹോ. എന്താണ് അതിനർത്ഥം? ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം അനുഭവം ചെയ്യുന്നവരാണ്. അതായത് സാധാരണ ജീവിതമല്ല, ഭഗവാന്റെ കുട്ടിയായി മാറുക. കുട്ടി മാത്രമല്ല, ഈശ്വരീയ വിദ്യാർത്ഥി കൂടിയാണ്. സ്വയം ഭഗവാനാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഈ വിദ്യാർത്ഥിയാണെന്ന് അനുഭവം ചെയ്യുക അർത്ഥം നിങ്ങൾ ശ്രേഷ്ഠമായ ജീവിതത്തിൽ ഇരിക്കുന്നവരാണ്. जैसे स्टूडेंट सदा हंसते खेलते और पढ़ते रहते हो, कोई भी बात बुद्धि में विघ्न रूप नहीं बनते. എന്നിട്ട് ബാബ പറയണേ, എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി കളിക്കുക, ചിരിക്കുക, പഠിക്കുക, ഇതിൽ മാത്രമായിരിക്കും അവരുടെ ബിസി ആയിരിക്കുന്നുണ്ടാവുക. ബാബ പറഞ്ഞ അവരെപ്പോഴും എങ്ങനെയായിരിക്കും? വിഘ്നങ്ങളേ അവർക്കുണ്ടാവില്ല. അവരെപ്പോഴും കളിയിലും പഠിപ്പിലും അവരിങ്ങനെ രസകരമായി മുന്നോട്ട് പോകുന്നവരായിരിക്കും. चाहे कहाँ भी शरीर रहे
ലേക്കിൻ മൻ ബാപ്പ് ഔർ സേവാമേ ലഘേ രഹേ. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ ശരീരം കൊണ്ട് എവിടെയോ ഇരിക്കുന്നവരായിക്കോട്ടെ, പക്ഷെ മനസ്സുകൊണ്ട് സേവനത്തിൽ നിങ്ങൾ കുട്ടികൾ മുഴുകിയിരിക്കണം. ഖാന പീന ചലന സബ് ബാപ് കെ സാത്ത് ഇസ്കി ഹി മഹിമ ഹി. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ കഴിക്കുമ്പോഴും നിങ്ങൾ കുടിക്കുമ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സദാ ബാബയോടൊപ്പം, ബാബയുടെ കൂടെ തന്നെ. जो प्रिय वस्तु होती उसको साथ छोड़ना मुश्किल होता है, साथ रहता है. ബാബ പറഞ്ഞ ഏതുപോലെയാണോ, നമുക്കൊരു പ്രിയപ്പെട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട വസ്തുവിനെ കൂടെ തന്നെ വെക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ല, പക്ഷെ അതിനെ വിടാനാണ് നമുക്കെന്ത് പ്രയാസം. ബാബ പറയണ അതേപോലെ ലേക്കിൻ സാത്ത് രഹന മുഷ്കിൽ നഹി യഹി ബെസ്റ്റ് ലൈഫ് ഹി. ബാബ പറയുന്ന കുട്ടികളെ, ബാബയെ കൂടെ തന്നെ വെക്കൂ നിങ്ങൾ കുട്ടികൾ. ബാബയിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം. ഇതാണ് ബാബ പറയുന്ന കുട്ടികളെ ബെസ്റ്റ് ലൈഫ്. ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം ഏതാണെന്ന് ചോദിച്ചാൽ അതിതാണ്. സദാ ഹസ്തേ രഹോ ഔർ ഖാത്തേ രഹോ ബാപ് കെ സാത്ത് ചൽത്തേ രഹോ. ബാബ പറയുന്ന കുട്ടികളെ, സദാ നിങ്ങൾ കുട്ടികൾ ചിരിച്ചുകൊണ്ടേയിരിക്കും, സദാ പാടിക്കൊണ്ടേയിരിക്കും, സദാ ബാബയോടൊപ്പം ജീവിച്ചുകൊണ്ടേയിരിക്കും. ഐസേ സാത്ത് സാരി കൽപ്പമേ നഹി മിൽ സക്ത. ഇങ്ങനെയുള്ളൊരു കൂട്ടം മുഴുവൻ കൽപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടില്ല. കിട്ടുമോ നമുക്ക്? മുഴുവൻ കൽപ്പത്തിൽ നമുക്ക് തപസ് ചെയ്താലും സംഗം യുഗത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ബാബ പറയണത്, സംഗം പറബി ഔർ കിസി കോ ഡൂണ്ടത്തെ മിലേക. ബാബ ചുക്കുന്ന കുട്ടികളെ, സംഗം യുഗത്തിൽ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി ഏത് സമയത്ത് നിങ്ങൾ അന്വേഷിച്ചോളൂ, നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ബാബയെ പോലൊരു കൂട്ട് ഒരിക്കലില്ല. ബാബ പറഞ്ഞ നഹീഹേന, അല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ബാപ്നെ ആപ്കോ ഢൂണ്ടാ യാ ആപ്നെ ഢൂണ്ടത്തെ ആപ്പ് ബി യാ രാസ്ത റോങ് ലിയ. ബാബ പറയുന്ന കുട്ടികളെ, നോക്കൂ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാബയെ അന്വേഷിച്ചോ അതോ ബാബ നമ്മളെ അന്വേഷിച്ചു? നിങ്ങൾ കുട്ടികൾ അന്വേഷിച്ചിരുന്നു, ബാബ പറയണത്, പക്ഷെ നിങ്ങൾ പോയ വഴിയൊക്കെ തെറ്റായിരുന്നു. അന്വേഷിച്ച് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി, പക്ഷെ അന്വേഷിച്ച വഴികളൊക്കെ നമ്മുടെ എന്തായിരുന്നു? തെറ്റായിരുന്നു. ബാബ പറയണ, എന്നാൽ ഇവിടെ ബാബ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ബാബ തിരഞ്ഞെടുത്തു, നമ്മൾ കുട്ടികളെ ബാബ സ്വന്തമാക്കുകയും ചെയ്തു. ബാബ പറയുന്ന കുട്ടികളെ, സ്വയം കെ പുരുഷാർത്ഥമേ സേവാമേ സദാ വൃദ്ധി രഹി तो उसको സഹജ് സാധൻ കോൺസാഹി. ഇനിയാണ് ബാബ മുരളിയുടെ സാരാംശത്തിലേക്ക് വരികയാണ്. ബാബ പറയുന്ന കുട്ടികളെ, സ്വന്തം പുരുഷാർത്ഥത്തിലും സേവനത്തിലും സദാ നമ്മൾ കുട്ടികൾക്ക് പുരോഗമനം ഉണ്ടാകണം. ഈ പുരോഗമനം ഉണ്ടാകാനുള്ള സഹജമായിട്ടുള്ള മാർഗം ഏതാണ്? ബാബ പറയുന്ന കുട്ടികളെ, വൃദ്ധി ക സഹജ് സാധൻ ഹേ അമൃത വേളെ സെ ലേക്കർ വിധിപൂർവക് ചല്ല. ബാബ പറയുന്ന കുട്ടികളെ, സ്വന്തം പുരുഷാർത്ഥത്തിലും സേവനത്തിലും സഹജമായി നമ്മുടെ കുട്ടികൾക്ക് പുരോഗമനം ഉണ്ടാകണമെങ്കിൽ ആ പുരോഗമനത്തിനുള്ള മാർഗമാണ് അമൃതവേള മുതൽ ബാബ പറയുന്നത് വിധിപൂർവം നമ്മൾ കുട്ടികൾ ജീവിക്കുക. രാത്രി വരയ്ക്കും നമ്മൾ കുട്ടികളുടെ ജീവിതത്തിന് ബാബ ഒരു വിധി നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്. ആ വിധിയിലൂടെ നമ്മൾ കുട്ടികളെ പോകണം. ജിത്തന വിധി കു പായേക ഉത്തന സഹജ് സഫലത മിലേങ്കി. ബാബ പറയുന്ന കുട്ടികളെ, നോക്ക്, നിങ്ങൾ വിധിപൂർവ്വം ഒന്ന് പോയാൽ മതി. ബാബ പറയുന്ന വ്യവസ്ഥയിലൂടെ നമ്മൾ കുട്ടികളൊന്ന് ജീവിച്ചാൽ മതി. എളുപ്പത്തിൽ സഹജമായി സഫലത നമുക്ക് ലഭിക്കും. कोई भी कार्य सफल तब होता है जब विधि से करते हो. ബാബ പറയുന്ന കുട്ടികളെ, ഏതൊരു കാര്യവും സഫലമാകുന്നത് എപ്പോഴാണ്? ഏത് കാര്യവും വിജയിക്കുന്നത് എപ്പോഴാണ്? ബാബ വളരെ എളുപ്പവഴി പറഞ്ഞു തരികയാണ്. ഏത് കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു വിധിയുണ്ട്. ആ വിധിയിലൂടെ ആ കാര്യം ചെയ്യുമ്പോഴാണ്. ബ്രാഹ്മൺ വിധിപൂർവക് ജീവൻ ഹി. ബാബ പറയുന്ന കുട്ടികളെ, ബ്രാഹ്മണ ജീവിതം എന്ന് വെച്ചാൽ എന്താ? വിധിപൂർവമായ ജീവിതമാണ്. അഗർ കിസി ഭി ബാത് മേ സ്വയം കി പുരുഷാർത്ഥ വ സേവാ മേ വൃദ്ധി നഹി ഹോത്തി തോ ജരൂർ കൊയ് വിധി കി കമി ഹി. ബാബ പറയുന്ന കുട്ടികളെ, അഥവാ
ഏതെങ്കിലും പ്രകാരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ പുരുഷാർത്ഥത്തിലോ നിങ്ങളുടെ സേവനത്തിനോ പുരോഗമനം ഇല്ല എങ്കിൽ മനസ്സിലാക്കിക്കോളൂ. അല്ലേ? നമ്മൾ എപ്പോൾ വന്നവിടെ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ഒരു സ്റ്റെപ്പ് പോലും നമ്മൾ മുന്നോട്ട് വച്ചിട്ടില്ല. ബാബ പറയുന്നതിന് കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ വിധി നമ്മൾ ഉപയോഗിക്കണില്ല. വിധി ഉപയോഗിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടികളെ, നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമുക്ക് പുരോഗമനം വേണം. ഇനി ഒപ്പം നമ്മൾ ചെയ്യുന്ന സേവനത്തിലും പുരോഗമനം വേണമെങ്കിൽ ബാബ ഏത് മാർഗമാണ് നിർദ്ദേശിക്കുന്നത്? ബ്രാഹ്മണ ജീവിതത്തിനൊരു വിധിയുണ്ട്. ആ വിധിയിലൂടെ മുന്നോട്ട് പോവുക. ചെക്ക് करो कि अमृत वेले से लेकर रात तक मनसा वाचा कर्मणा व संपर्क विधि पूर्वक रहा अर्थात वृद्धि हुई. ബാബ പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യും, അവനവനെ തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കും. അമൃതവേള മുതലേ രാത്രി വരയ്ക്കും മനസ്സ വാച കർമ്മണ എല്ലാ കാര്യങ്ങളും ഞാൻ വിധിപൂർവമാണോ ചെയ്തത്? വിധിപൂർവം ചെയ്തു എങ്കിൽ നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിക്കോളൂ, എനിക്ക് പുരോഗമനമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുരോഗമനമുണ്ട് എന്ന് നമ്മൾ കുട്ടികളെ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? എല്ലാ കാര്യം നമ്മൾ വിധിപൂർവം ചെയ്യുന്നു. അഗർ നഹി തോ കാരൺ കോ നിവാരൺ കരോ. ബാബ പറഞ്ഞ ഇനി അഥവാ അല്ല എങ്കിലോ ഒരു പുരോഗമനം എനിക്കില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിന്, എൻ്റെ അലൗകിക ജീവിതത്തിന് ഞാൻ എവിടെ നിന്നാണോ തുടങ്ങി വെച്ചത് ആ തുടങ്ങിയവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു പടി പോലും ഞാൻ മുന്നോട്ട് പോയിട്ടേ ഇല്ല. ആത്മീയ ജീവിതത്തിന് ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. ബാബ പറയുന്ന കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിവാരണം കണ്ടെത്തണം. ഫിർ ദിൽ ശിഖസ്ത് നഹി ഹോഗ. ബാബ പറയുന്ന പിന്നെ നിരാശപ്പെടേണ്ടി വരില്ല. അയ്യോ എനിക്ക് പറ്റിയില്ലല്ലോ, സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ടി വരില്ല. അഗർ വിധിപൂർവക് ജീവൻ ഹോഗി തോ വൃദ്ധി അവശ്യ ഹോഗ. ബാബ ഗ്യാരണ്ടി തരികയാണ്. എന്താണ് ബാബ തരുന്ന ഗ്യാരണ്ടി? നിങ്ങൾ കുട്ടികൾ ബ്രാഹ്മണനായി മാറിയതിന് ശേഷം നമ്മുടെ ജീവിതത്തിന് വിധിപൂർവമായ ജീവിതമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവശ്യം ഉറപ്പായിട്ടും നമുക്ക് ആത്മീയ ജീവിതത്തിന് എന്തുണ്ടായിരിക്കും? പുരോഗമനം ഉണ്ടായിരിക്കും. അച്ഛാ, ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. ബാബയെ ഓർമ്മിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പരിശോധിക്കണം. എന്താണ് പരിശോധിക്കേണ്ടത്? അവസാന സെൻറ്റൻസ് ബാബ പറഞ്ഞു നിർത്തിയത് അതാണ്, തൻ്റെ ആത്മീയ ജീവിതത്തിന് പുരോഗമനമുണ്ടോ? ഈ പുരോഗമനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? രാവിലെ അമൃതവേള മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരയ്ക്കും ഭഗവാൻ നമുക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരു സിസ്റ്റം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിലൂടെയാണോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? സ്വയം നമ്മളൊന്ന് പരിശോധിക്കാം. ആ സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത് എങ്കിൽ എല്ലാ പ്രകാരത്തിലും ആത്മീയ ജീവിതത്തിന് പുരോഗമനം ഉണ്ടാകും. ചെയ്യുന്ന സേവനത്തിലും പുരുഷാർത്ഥത്തിലും സഫലതയും ഉണ്ടാകും. നമ്മളെല്ലാവരും ബാബയെ ഓർമ്മിക്കുമ്പോൾ ഇതൊന്ന് പരിശോധിക്കും.